ബാക്കി വന്ന ചോറും ഒരു മുട്ടയും ചേർത്തിട്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാന്ന് നമ്മൾക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഹസീന ഉബൈദ്. ഇന്നിതാ നമ്മൾ ബാക്കി വന്ന ചോറും ഒരു മുട്ടയും വെച്ചിട്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, ഈസി ബ്രേക്ക്ഫാസ്റ്റ്, സൂപ്പർ ടേസ്റ്റിൽ നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്നൊന്ന് കണ്ടു നോക്കാം. അതിനിതാ ഞാൻ 250 ml ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. തലേ ദിവസത്തെ ബാക്കി വന്ന ചോറാണിത്. നമ്മൾ അപ്പോൾ വെച്ച ചൂടുള്ള ചോറോ തലേ ദിവസം ബാക്കി വന്ന ചോറോ എന്ത് നമ്മൾക്ക് എടുക്കട്ടോ. അതിലേക്ക് ഞാനിതാ ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് 2 ടീസ്പൂണ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ നരച്ചെടുക്കാം. വെള്ളം കൂടി പോകണ്ട, 2 സ്പൂണ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മൈദമാവ് എടുക്കുന്നതിൻ്റെ കണക്ക് കൂടിപ്പോവും. ഇപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊരു വലിയൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. നമ്മൾക്ക് മൈദമാവൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ ഒന്ന് നല്ല കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ മാറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ അതാ ഞാനിത് വലിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ ചോറ് എടുത്ത അതേ കപ്പിൽ തന്നെയാണ് മൈദമാവ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മൈദമാവിൻ്റെ കണക്ക് അളവ് കൂടും. അത് എങ്ങനെയെന്ന് അറിയുമോ? നമ്മൾ വെള്ളം എടുക്കില്ല, വെള്ളം എടുക്കുന്നത് കൂടിപ്പോയാൽ നമ്മൾ മൈദമാവ് അല്പം കുറച്ച് കൂട്ടി എടുക്കുന്നുണ്ടാവും. പിന്നെ ഇത് എല്ലാവരും ഇതുണ്ടല്ലോ, നമ്മളെ പൊറോട്ടേനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ പൊറോട്ട. അതുപോലെ പൊറോട്ട കഴിക്കണേനേക്കാളും കൂടുതൽ ഇത് കഴിക്കും ചെയ്യും, അത്രയ്ക്ക് നല്ല ഇഷ്ടമാവും. പിന്നെ ഇത് മുട്ടക്കറി വെച്ചിട്ടും അതുപോലെ ചിക്കൻ കറി, ബീഫ് കറി ഒക്കെ വെച്ചിട്ട്, മുട്ടക്കറിയാണ് ഇതിലേക്ക് കൂടുതൽ കോമ്പിനേഷന്. ചിക്കൻ കറിയും പിന്നെ ബീഫ് കറിയും ഒക്കെ ഇതിലേക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾക്കിത് മട്ടാരി ഉണ്ടല്ലോ, ആ ചുവപ്പ് റൈസില്ലേ, മട്ടാരി വെച്ചിട്ടും ആ ഒരു ചോറ് വെച്ചിട്ട് നമ്മൾക്കിത് ചെയ്യാം. പിന്നെ എന്താ ഇതിൻ്റെ ആ കളറൊന്ന് മാറിപ്പോവും, അത്രേ ഉള്ളൂ. ആ ഒരു റൈസ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എന്താ ഞാനിത് നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. അത് കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഓയിലെടുത്തിട്ട് പിന്നെ ഒന്ന് നല്ലപോലെ കുഴച്ചാൽ ആ ഒട്ടിപ്പിടിക്കലൊക്കെ ഒന്ന് മാറും. പിന്നെ കുറച്ച് വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾക്ക് മൈദമാവ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ അങ്ങനെ നല്ല പോലെ കുഴച്ചെടുക്കും. ഇപ്പം തന്നെ ഇങ്ങനെ കുഴക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. നമ്മൾക്ക് അറിയാം അത് എത്രത്തോളം സോഫ്റ്റാണ് എന്നുള്ളത്. അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളോട് പറയാനുള്ളത്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മളെ വീഡിയോക്ക് ലൈക്കും കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ കയ്യിൽ ഓയിലൊക്കെ തടവി നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾക്കൊരു 15 മിനിറ്റ് നമുക്ക് എന്തെങ്കിലും ഒരു കറിയൊക്കെ ഇതിലേക്ക് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ആ ഒരു കറി ഉണ്ടാക്കുന്ന ആ ഒരു ടൈം നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നൊന്നുമില്ല, അപ്പം തന്നെ ഉണ്ടാക്കാം. പിന്നെ നമ്മൾക്ക് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നതാണ് എത്രയും നല്ലത്. അപ്പോൾ അത്രയും നല്ലൊരു സോഫ്റ്റ് നമ്മൾക്ക് കിട്ടും. സോഫ്റ്റായ നല്ല സോഫ്റ്റ് പൊറോട്ട നമ്മൾക്ക് കഴിക്കാം. നല്ല സോഫ്റ്റ് പൊറോട്ട ആയി കിട്ടും നമ്മൾക്കിത്. ഇപ്പോൾ ഇത് കണ്ടില്ല, ഇപ്പോൾ തന്നെ നല്ല തൊട്ട് വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു റെസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ഞാനതൊന്ന് എടുത്ത് നോക്കുകയാണ്. ഇപ്പോൾ ഇതാ നല്ല ഇങ്ങനെ കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നേ. ഇനി ഇത് നമ്മൾക്ക് നമ്മളെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു വലുപ്പത്തിന് നമ്മൾക്ക് ഓരോ ഉരുളകളാക്കി നമ്മൾക്കൊന്ന് മാറ്റി വെക്കാം. ക്രാക്കില്ലാതെ വേണം നമ്മൾക്ക് ഇത് ഉരുളകളാക്കാൻ. നല്ല പോലെ നമ്മൾക്ക് ഓരോ ചപ്പാത്തിൻ്റെ ഒക്കെ ആ ഒരു വലിപ്പത്തിൽ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ നല്ല അങ്ങനെ നമ്മൾ ഉരുട്ടി കൊടുക്കണം. ഒട്ടും ഒരു പൊട്ടലോ അതൊന്നും ഇല്ലാതെ വേണം നമ്മളത് ചെയ്തെടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത്ര ഒരു പെർഫെക്റ്റായി കിട്ടൂല. ഇപ്പോൾ ഇതാ ഞാൻ ഓരോ ഉരുളകളാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ കൈ വെച്ചിട്ട് വീണ്ടും നല്ല പോലെ ഉരുട്ടിയെടുക്കുന്നുണ്ടായിരുന്നേ. ഈ ഒരു പൊറോട്ട ഉണ്ടല്ലോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. നമ്മൾക്ക് ഡിന്നറിനും പിന്നെ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമ്മൾക്ക് ഇത് കഴിക്കാം. അതുപോലെ വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇപ്പോൾ അതാ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കയ്യിൽ വെച്ചിട്ടും നല്ലപോലെ അങ്ങനെ ഉരുട്ടി ഇതാക്കി എടുത്തിട്ടുണ്ട്. ക്രാക്കൊന്നും ഇല്ലാതെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദമാവ് ഇട്ട് കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കുക. അതിന് മുന്നേ നമ്മൾക്ക് ഇതിലേക്ക് ഒരു മിക്സ് കൂടി ഉണ്ടാക്കാനുണ്ട്. 1 ടീസ്പൂണ് മൈദമാവാണ് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നമ്മൾക്ക് പത്തിരി പരത്തിയിട്ട് അതിൻ്റെ മീതെ ഇങ്ങനെ തേച്ച് കൊടുക്കാൻ, നമ്മൾ പൊറോട്ടയ്ക്ക് നല്ല ലെയറൊക്കെ കിട്ടാനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്.
ഇപ്പം ഞാൻ ആദ്യം ഒരു സ്പൂണ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ മിക്സ് ചെയ്ത്, അപ്പോൾ കുറച്ച് എനിക്ക് ഒരു ഓയിൽ കുറവുള്ള പോലെ തോന്നിയപ്പോൾ ഞാൻ വീണ്ടും ഒരു 2 സ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല പോലെ മിക്സ് ചെയ്ത് അങ്ങനെ എടുത്ത്. പിന്നെ നമ്മൾ പൊറോട്ടക്കൊക്കെ നല്ല ഓയിൽ വേണമല്ലോ അല്ലേ. ഇത് അത്ര ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചപ്പാത്തി കുഴക്കുമ്പോൾ കണ്ടല്ലോ അല്ലേ, മാവ് കുഴക്കുമ്പോൾ കണ്ടില്ലേ, ഒരു കുറച്ച് മാത്രം കയ്യിലൊന്ന് തടവിയിട്ടൊന്ന് അത് അങ്ങനെ കുഴച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതുപോലെ പത്തിരി പരത്തിയിട്ടാണ് വീണ്ടും നമ്മൾ അതിലേക്ക് ഓയിൽ തേച്ചെടുക്കുന്നത്. അത് നമ്മൾക്ക് ലെയറായി കിട്ടാനാണ്. ഇപ്പോൾ ഇതാ ഒരു ഉരുളെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദമാവ് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഇത് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ പത്തിരി പരത്തുന്ന ആ ഒരു കുഴലുണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ നീക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ല ഇങ്ങനെ പരന്ന് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഒട്ടിപ്പിടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി മൈദമാവ് ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് നല്ല പോലെ പരത്തിയെടുത്താൽ മതി. എത്രയും നമ്മൾക്ക് കനം കുറച്ച് എത്രയേ പരത്തിയെടുക്കാൻ പറ്റും അത്രയും നല്ല ഇതിൽ നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ ഷേപ്പ് കിട്ടണില്ലല്ലോ, നല്ല റൗണ്ടായി കിട്ടണില്ല, ആ ഒരു ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇത് ഷേപ്പായി കിട്ടിയില്ലെങ്കിലൊന്നും കുഴപ്പമില്ല. നമ്മളിത് ഒന്ന് നല്ല പോലെ പരത്തി കൊടുത്തിട്ട് ഇത് നല്ല ഇങ്ങനെ ഒരു മടക്കി ഒരു ബോക്സ് രൂപത്തിലാണ് നമ്മളിത് ആക്കിയെടുക്കുന്നത്. ഇപ്പോൾ അത് നല്ല പോലെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഓയിലും മൈദ ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ ഇതുപോലെ നമ്മൾക്കൊന്ന് തേച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ നല്ല പോലെ നമ്മൾ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ആ ഒരു ഭാഗം എടുത്തിട്ട് മടക്കി കൊടുത്തിട്ട് അവിടെ വീണ്ടും നമ്മളത് ഇതുപോലെ നല്ല ബ്രഷ് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇപ്പുറത്തെ സൈഡും അതുപോലെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് അതുപോലെ അവിടെ വീണ്ടും നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മളിതൊരു ബോക്സ് രൂപത്തിലൊന്ന് മടക്കിയെടുത്തിട്ട് ഈ ഒരു ഭാഗവും നമ്മളൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സൈഡിലുള്ള ഭാഗം അപ്പുറത്തേക്ക് മറിച്ചിട്ട് ഇട്ടെടുക്കുക. പിന്നെ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട. പിന്നെ നമുക്ക് കുറച്ച് മൈദമാവ് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒന്ന് ഒരു ബോക്സ് ഇത് കണ്ട ഇതുപോലൊരു ബോക്സ് രൂപത്തിലാണ് നമ്മളിപ്പോൾ ഇതാക്കിയിട്ട് ഉള്ളത്. ഇനി നമ്മൾക്കിതൊന്ന് പരത്തിയെടുക്കാം. അതെങ്ങനെയാണെന്നൊന്ന് കാണാതെ ഇതുപോലെ ഇങ്ങനെ നീളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ആ കോയിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി കൊടുത്താൽ മതി. അപ്പോഴത്തേനും അതൊന്ന് പരക്കും. പിന്നെ നമ്മളതൊന്ന് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം നമ്മളൊന്ന് പരത്തി കൊടുക്കുക. ഇപ്പോൾ ഇതാ നല്ലൊരു ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾക്കിത് അങ്ങനെ എല്ലാ പത്തിരിയും ഇങ്ങനെ ഓരോന്ന് പത്തിരല്ല പൊറോട്ട നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്ത് അത് എല്ലാതും ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ 3 അങ്ങനെ പരത്തിയെടുത്ത് അങ്ങനെ ചെയ്ത് എന്നിട്ട് പിന്നെ ചുട്ടതിന് ശേഷമാണ് ഞാൻ ബാക്കി അങ്ങനെ പരത്തിയെടുത്തത്. ഇപ്പോൾ അതാ ഞാൻ 3ാമത്തതും അതുപോലെ നമ്മൾ പരത്തിയെടുത്ത് ഓയിലൊക്കെ തേച്ച് മടക്കി അങ്ങനെ ബോക്സ് രൂപത്തിലാക്കിയിട്ട് വീണ്ടും ഇതാ അതുപോലെ നമ്മൾ പരത്തിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്കിത് ഒന്ന് ചുട്ടെടുക്കുക. നമ്മളെ ദോശക്കല്ലൊക്കെ ഉണ്ടല്ലോ ഇരുമ്പിൻ്റെ, നമ്മൾ പൊറോട്ടയൊക്കെ കടയിലൊക്കെ ഇരുമ്പിൻ്റെ ചട്ടിയിലാണല്ലോ അല്ലേ പൊറോട്ടയൊക്കെ ചൂടുക. അപ്പോൾ അതുപോലെ തന്നെ ഇതും നമ്മൾക്ക് ആ ദോശക്കല്ലിൽ ഇരുമ്പിൻ്റെ ചട്ടിയിലിട്ട് നമ്മൾക്ക് ചുട്ടെടുക്കാം. അതില്ലെങ്കിൽ നമ്മൾക്ക് ഫ്രൈ പാനൊക്കെ എടുക്കട്ടെ, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഈ ഒരു ചട്ടി ഉള്ളവർ ഇതിൽ വെച്ച് ചുട്ടെടുത്താൽ മതി. ഇല്ലെങ്കിൽ ഫ്രൈ പാൻ എടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഫ്രൈ പാനിലിട്ടിട്ടും അങ്ങനെ ചുട്ടെടുക്കാറുണ്ട്. ഇപ്പോൾ അതാ നമ്മളെ കല്ലൊക്കെ ചൂടായതിന് ശേഷം ഞാൻ പൊറോട്ട അതിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് പിന്നെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദോശച്ചട്ടിയിൽ ആദ്യം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഇങ്ങനെ പെട്ടെന്ന് നമ്മൾക്ക് മറിച്ചിട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾക്കിത് എടുക്കാം. പെട്ടെന്ന് തന്നെ 2 പ്രാവശ്യം മറിച്ചിട്ട 3ാമത്തെ പ്രാവശ്യം തന്നെ നല്ല ഒറ്റ പൊള്ളനായിട്ട് ഇങ്ങനെ വരും, നല്ല ലെയർ പൊറാട്ടായിട്ട് വരും. ഇപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും അല്ലേ, നല്ല അത്രയ്ക്ക് നല്ല സോഫ്റ്റായിട്ട് ഒറ്റ പൊള്ളനായിട്ട് വരുന്നുണ്ടല്ലേ. സൂപ്പർ ടേസ്റ്റ് വരുന്ന നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളെ ലെയർ പൊറാട്ട
ഇതിങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലെയറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും കൂടി കൊടുക്കുക. ഇപ്പോൾ അതാ ഞാനൊരു പൊറോട്ട എടുത്ത് നോക്കിയപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു, കൈയൊക്കെ പൊള്ളുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് കണ്ടിൻ്റെ അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഓരോരോ ലെയറായിട്ട് കണ്ട. ഇത് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവുമല്ലോ അല്ലേ, നല്ല സോഫ്റ്റ് വരുന്നു, നല്ല ലെയറായിട്ടുള്ള നമ്മളെ ലെയർ പൊറോട്ട. ഇത് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാ അല്ലാഹ്.